Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ടെക്നോ ഇന്ത്യയിൽ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. എല്ലാം 10,000 അല്ലെങ്കിൽ 13,000 പ്രൈസ് സെഗ്മെന്റ് താഴെ വരുന്ന ഫോൺസ് ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ടെക്നോ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇറക്കുന്നത്. അതിന്റെ പേരാണ് ടെക്നോ ഫാൻറ്റം 9. അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 14,999 രൂപയാണ്. അതായത് 15,000 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസിംഗ്. ഇതിനകത്ത് നല്ലൊരു ഹാർഡ്വെയർ ആണ് വരുന്നത്. ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ട്രിപ്പിൾ റിയർ ക്യാമറ, അങ്ങനെ നല്ല ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്ന ഒരു ഫോണും കൂടിയാണ് ടെക്നോന്റെ ഫാൻറ്റം 9. അപ്പോൾ ഇതാണ് ഫാൻറ്റം 9ന്റെ ബോക്സ് പാക്കിംഗ്. ഇന്ന് നമ്മൾ ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെക്നോന്റെ ബോക്സിൽ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ പടവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ബിലോ 15,000 പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ ആക്ച്വലി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നില്ല. അപ്പോൾ അതൊരു മാറ്റമാണ് ടെക്നോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് 15,000 പ്രൈസ് സെഗ്മെന്റിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും നോച്ച് ഡിസ്പ്ലേയും. നോച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഹീലിയോ P35 ഒക്ടാകോർ പ്രോസസ്സറാണ്, മീഡിയ ടെക്കിന്റെ ചിപ്സിലാണ്. 6 GB റാമും 128 GB സ്റ്റോറേജുമാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ഹാർഡ്വെയർ ഓഫറിംഗ് ആണ് ടെക്നോ തരുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്, ഒരു സിൽവർ ബോക്സ് പാക്കേജ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത വേറെ എന്താ വെച്ചാൽ 1 ടൈം സ്ക്രീൻ റീപ്ലേസ്മെന്റ് ഫ്രീ ആണ് കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ 100 days അഡീഷണൽ റീപ്ലേസ്മെന്റ് വാറന്റി കൂടി വരുന്നുണ്ട്. പിന്നെ 12+1 month വാറന്റി, അതായത് 13 months വാറന്റിയും 1 ടൈം സ്ക്രീൻ റീപ്ലേസ്മെന്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്താണ് ബോക്സ് പാക്കേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ പേരിലുള്ള വേരിയന്റിന്റെ പേര് ലാപ്ലാൻഡ് അറോറ വേരിയന്റ് ആണ്. അതാണ് കളറിന്റെ പേര് ആക്ച്വലി. പിന്നെ ഇതിനകത്ത് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. AI ട്രിപ്പിൾ ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡുവൽ ഫ്രണ്ട് ഫ്ലാഷ്. അതൊരു പ്രത്യേകതയാണ്. കാരണം നോച്ചിൽ ഡിസ്പ്ലേയിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണെങ്കിലും ഡുവൽ ഫ്രണ്ട് ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 128 GB സ്റ്റോറേജും 6 GB റാമുമാണ് വരുന്നത്. ഹീലിയോ P35 ഒക്ടാകോർ പ്രോസസ്സറാണ്. അതുകൂടാണ്ട് തന്നെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ 6.4 inches ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ 32 MP സെൽഫി ക്യാമറയും ട്രിപ്പിൾ റിയർ ക്യാമറയാണ് വരുന്നത്. 3500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ബോക്സിൽ എഴുതിയ ഡീറ്റെയിൽസ്. നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. ബോക്സ് തുറന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഒരു ചെറിയ പാക്കേജാണ്. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫാൻറ്റം 9ന്റെ 9 ബ്രാൻഡിങ് കാണാം, ഫാൻറ്റം എന്നും ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നോക്കാം. ഇതിനകത്ത് ഒരു സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കേസാണ്, കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റി കേസാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, നല്ലൊരു ക്വാളിറ്റി ഫിനിഷുള്ള ഒരു കേസാണ് വരുന്നത്. സോഫ്റ്റ് കേസാണ്, പക്ഷേ സാധാരണ TPU കേസ് അല്ല, കുറച്ചൊരു പ്രീമിയം കേസാണ് ഇത് വേണമെങ്കിൽ പറയാം. കാരണം ടെക്നോ ബ്രാൻഡഡ് ആണ്, ഫാൻറ്റം ബ്രാൻഡിങ് കാണാം, ട്രിപ്പിൾ ക്യാമറേൻ്റെ ഓപ്പണിംഗ് കാണാം. അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 12+1 month വാറൻറ്റീൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാൻറ്റത്തിൻ്റെ മാനുവലാണ് വരുന്നത്. നമുക്ക് സാർ വാല്യൂം കൂടി ഒന്ന് നോക്കാം. എല്ലാവരും സാധാരണ എനിക്ക് സാർ വാല്യൂ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് സാർ വാല്യൂ. 1.4ഉം 0.8ഉം ആണ് സാർ വാല്യൂ. ഹെഡ് ആൻഡ് ബോഡി സാറ് ഫാൻറ്റം 9ന്റെ. അപ്പോൾ ഇതാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഫാൻറ്റം 9. അപ്പോൾ ഇതിനകത്ത് AI ട്രിപ്പിൾ ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഡുവൽ ഫ്രണ്ട് ഫ്ലാഷും 6 GB റാമും 128 GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ലാപ്ലാൻഡ് അറോറ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫാൻറ്റം 9, ടെക്നോൻ്റെ ഫാൻറ്റം 9. ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 16+8+2 MP ക്യാമറയാണ്. നിങ്ങൾക്ക് കാണുന്ന ഒരു പാറ്റേൺ ഫിനിഷ് ഉണ്ടല്ലേ, ബാക്ക് പാനലിൽ ഒരു പാറ്റേൺ ഫിനിഷിൻ്റെ ഗ്രേഡിയൻ കളറാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ്, എങ്കിൽ പോലും നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ഫാൻറ്റം 9. ടെക്നോ ബ്രാൻഡിങ് താഴെ കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടം സെക്ഷനിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ട്, 3.5mm ഓഡിയോ ജാക്ക്, സ്പീക്കർ യൂണിറ്റ് ആണ്. ടോപ്പ് പാനലിൽ ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും നിലയില്ല. ബാക്ക് പാനലാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ക്വാഡ് LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഫോണിൻ്റെ കൂടാണ്ട് ബാക്കി എന്തൊക്കെ വരുന്നതെന്ന് കൂടി നോക്കാം. ഇതിനകത്ത് വരുന്ന ഒരു ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളാണ്, സ്റ്റാൻഡേർഡ് കേബിളാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഒരു ഇയർഫോണും കൊടുത്തിട്ടുണ്ട് ബോക്സിനകത്ത്. സാധാരണ ഫോൺസ് ഇപ്പോൾ ഇയർഫോൺസ് എല്ലാം സ്കിപ്പ് ചെയ്യാറാണ് ചെയ്യാറ്, പക്ഷെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കൂടെ നോക്കാം. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 5 volt 2 ampere, അതായത് ബേസിക് 10 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ടെക്നോൻ്റെ ഫാൻറ്റം 9. ഇതിനകത്ത് വരുന്നത് 6.4 inches
AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ നല്ലൊരു വിവിഡ് ആൻഡ് കളർഫുൾ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കാണാം. നല്ല വ്യൂയിങ് ആംഗിൾസും തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പൊതുവെ AMOLED ഡിസ്പ്ലേസ് എപ്പോഴും നല്ല വ്യൂയിങ് ആംഗിൾസും ടച്ച് റെസ്പോൺസും ആണ് വരുന്നത്. നല്ല കളർ ക്വാളിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ വളരെ മികച്ചതാണ്. ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതായിരുന്നു ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ടെക്നോന്റെ ഫാൻറ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെൽഫി ക്യാമറയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 32 മെഗാ പിക്സലാണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേ ആസ്പെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. പിന്നെ അത് വരുന്നത് ആൻഡ്രോയിഡ് 9.0 HiOS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ HiOSന്റെ സിസ്റ്റം ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 6GB റാം, 128GB സ്റ്റോറേജ്, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും പിന്നെ 16+2+8 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ അതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇതിൽ ഹീലിയോ P35 ഒക്ടോകോർ പ്രോസസ്സറാണ്. 3500 mAh കപ്പാസിറ്റി ബാറ്ററിയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഡിസ്പ്ലേ റെസൊല്യൂഷൻ ആണെങ്കിൽ 1080p/2340 ആണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് P ആണ്. അത്രയാണ് HiOSന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ HiOS എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കസ്റ്റമൈസ്ഡ് UI ആണ്. ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ തരുന്നതാണ്. ലോക്ക് സ്ക്രീൻ, തീംസ് കസ്റ്റമൈസേഷൻ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ തരുന്നത് ഒരു UI ആണ് ടെക്നോന്റെ HiOS. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് നോക്കാം. ഇതിൽ വരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ റിയർ ക്യാമറയാണ്. പ്രൈമറി ക്യാമറ 16 മെഗാ പിക്സൽ ക്യാമറയാണ്. സെക്കൻഡറി 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. തേർഡ് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ് വരുന്നത്. ക്വാഡ് LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. ഫ്രണ്ട് പാനലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇനി ക്യാമറ ഇന്റർഫേസ് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ ഇന്റർഫേസ്. അപ്പോൾ AI ക്യാമറ, വീഡിയോ ക്യാമറ, 1080p റെസൊല്യൂഷൻ ആണ് വരുന്നത്. ബ്യൂട്ടി മോഡ്, ബൊക്കെ മോഡ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നോ ഫാൻറ്റം 9 എടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ 15,000 പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു ക്യാമറ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുണ്ട്. അതും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന 3500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതൊരു ദിവസത്തിലേറെ ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഗസ്. കാരണം ജനറലി 3500 mAh കപ്പാസിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്തും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് നമ്മൾ തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അപ്പോൾ 15,000 പ്രൈസ് സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ പെർഫോമൻസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത് AMOLED പാനലുമാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി പാനലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ലൊരു സ്റ്റൈലിഷ് ലുക്സും ആണ് വരുന്നത് ഫാൻറ്റം 9. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 6GB റാമും 128GB സ്റ്റോറേജും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ടെക്നോയുടെ ഫാൻറ്റം 9 എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.